ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ വിചാരിക്കേണ്ടത് എന്താണെന്നല്ലേ, നമ്മുടെ ഹെയർ ഓയിലിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ ദിവസമാണ് കേട്ടോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ കണ്ടു, ഉരുളിയിലേക്ക് നമ്മൾ ഔഷധ സസ്യങ്ങളുടെ ചാറാണ് ഒഴിക്കണേ. ആ ഔഷധ സസ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പിന്നീട് കാണിക്കണേ. ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മളിത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മുന്നിൽ സെർച്ച് ചെയ്താൽ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവും. കയ്യോന്നിയുണ്ട്, നീലയാമരിയുണ്ട്, പൂവാങ്കൂർന്നലുണ്ട്, കറ്റാർവാഴ, ചെമ്പരത്തി, അങ്ങനെ നമുക്ക് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഒരു ആയുർവേദ ഔഷധങ്ങളുടെ ഒരു നിര തന്നെയാണ് നമ്മുടെ ഹെയർ ഓയിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഓയിലിന് റിസൾട്ടും പെട്ടെന്ന് തന്നെയുണ്ട്. നമുക്ക് ഡോക്ടേഴ്സൊക്കെ നമ്മുടെ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഒരു സന്തോഷമാണത്. ഡോക്ടർമാരൊക്കെ നമ്മുടെ ഇത് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു നമുക്കൊന്നും കൂടി എന്താ പറയുക, ഒരു വിശ്വാസ്യത, ഒരു കോൺഫിഡൻറ്റും ഒക്കെ വരും നമുക്ക്. അപ്പോൾ അവർക്ക് അവരുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അവരതിൽ സാറ്റിസ്ഫൈഡ് ആണ്. വീണ്ടും വീണ്ടും ബൾക്കായിട്ട് വാങ്ങി സ്റ്റോക്ക് ചെയ്ത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവർ. ഞാനിത് ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ, ഇപ്പോഴല്ല, കുറേ നാളുകളായില്ല നമ്മൾ തുടങ്ങിയിട്ട്. അപ്പം കുറേ നാളുകൾക്ക് മുൻപ് തന്നെ ഫസ്റ്റ് വീഡിയോ ഹെയർ ഓയിലിനെ കുറിച്ച് ഇട്ടപ്പോൾ തന്നെയാണ് ഡോക്ടർ ഫസ്റ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബൾക്കായിട്ട് ആൾ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ അഭിപ്രായം ചോദിച്ചപ്പോൾ ആളെ പൂർണ്ണ സംതൃപ്തിയാണ് അതിൽ നിന്ന്. അത്രയും നല്ല ഗുണങ്ങളുണ്ട് നമ്മുടെ ഹെയർ ഓയിലിന്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഒത്തിരി കരിഞ്ജീരകമുണ്ട്, അതേപോലെ കീഴാർനെല്ലി, കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വരാനായിട്ട് സൂപ്പറാണ് കീഴാർനെല്ലി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് ഓരോന്നും പരിചയപ്പെടുത്തുന്ന വീഡിയോസും ഉണ്ട്. അപ്പോൾ പുതിയ വ്യൂവേഴ്സൊക്കെ ആണെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻപിലേക്ക് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മൾ ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മൾ ഈ അരിച്ചെടുക്കുന്നതൊക്കെ കേട്ടോ. അങ്ങനെ വൈകുന്നേരം ഓവർനൈറ്റ് വെക്കണം. അപ്പോൾ ഇത് അരിച്ചെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇപ്പം ഇത്രയൊക്കെ ചേർത്തിട്ടും ആ വെളിച്ചെണ്ണ ചേർത്ത് ഒരു 1.5-2 മണിക്കൂർ നേരം നമ്മൾ അടുപ്പിൽ ലോ ഫ്ലെയിം ടു മീഡിയം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരുപാട് സമയവും അരപ്പിനും ഒക്കെ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ എന്നിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഹെയർ ഓയിൽ എത്തുന്നത്. അതാണ് ഇത്രയും ഗുണങ്ങൾ. ഒരുപാട് ഗുണങ്ങളുണ്ട് ഹെയർ ഓയിലിന്. മുടി വളർച്ച മാത്രമല്ല, അകാലനര മാറ്റാനും കൊഴിച്ചിൽ മാറ്റാനും പുതിയ മുടി വളരാനും ഒക്കെയുള്ള ഹെയർ ഓയിലാണ് കേട്ടോ നമ്മുടേത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.